നമസ്കാരം. ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ അണിയറ നീക്കങ്ങൾക്ക് ചൂടുപിടിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നാക്കം പോയ NDA സംസ്ഥാന ബജറ്റിൽ വൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം ആവർത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ കെട്ടടങ്ങും മുൻപാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നത്. കോൺഗ്രസും NCP ശരത് പക്ഷവും ശിവസേന ഉദ്ധവ് വിഭാഗവും അടങ്ങുന്ന ഇന്ത്യ മുന്നണി സഖ്യം തുടരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയും ശിവസേന ഷിൻഡെ പക്ഷവും NCP അജിത് വിഭാഗവും ഉൾപ്പെടുന്ന NDAയുടെ ലോക്സഭാ തോൽവിക്ക് കാരണം ചില കല്ലുകടികൾ കൂടിയാണ്. ഒട്ടേറെ അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായ അജിത് പവാറുമായുള്ള കൂട്ടുകെട്ടാണ് തിരിച്ചടിക്ക് ഒരു കാരണമെന്നും സഖ്യം ഒഴിവാക്കണമെന്നും RSSും BJPയിലെ ഒരു വിഭാഗവും അഭിപ്രായപ്പെടുന്നു. ഒരു സീറ്റിലാണ് അജിത്തിൻ്റെ പാർട്ടിക്ക് ജയിക്കാനായത്. എന്നാൽ സഖ്യം ഉപേക്ഷിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പാർട്ടിയായി മുദ്ര കുത്തപ്പെട്ടാൽ അത് അടുത്ത തിരിച്ചടിയാകുമെന്നുമാണ് BJP കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതിനാൽ അജിത്തുമായി ചേർന്ന് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടവും. അജിത്തിന് സ്വന്തം പാർട്ടിയിലും തലവേദനകളേറെ. ഒപ്പമുള്ള 40 MLAമാരിൽ 22 പേർ ശരത് പവാറുമായി ബന്ധപ്പെട്ടെന്നാണ് വാർത്തകൾ. മുതിർന്ന നേതാവായ ഛഗൻ ഭുജ്ബാൽ നാസിക് ലോക്സഭാ സീറ്റും പിന്നീട് രാജ്യസഭാ സീറ്റും നിഷേധിക്കപ്പെട്ടതിൽ കടുത്ത അതൃപ്തിയിലാണ്. നാണം കെട്ട് NDA സഖ്യത്തിൽ തുടരേണ്ടെന്നും ദലിത് നേതാവായ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയുമായി കൈകോർക്കണമെന്നും അജിത് പക്ഷത്തെ ചില നേതാക്കൾ ശബ്ദമുയർത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ലെങ്കിലും 7 മണ്ഡലങ്ങളിലെ ഫലം നിർണയിച്ച ശക്തിയായിരുന്നു പ്രകാശിൻ്റെ പാർട്ടി. NDAയിലെ 185 MLAമാരിൽ 90 പേരുടെ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി പിന്നിലായിരുന്നു. BJPയുടെ 103 MLAമാരിൽ 48 പേർ ഈ പട്ടികയിലുണ്ട്. നിലവിൽ 71 MLAമാർ മാത്രമുള്ള ഇന്ത്യ മുന്നണിയിൽ 13 പേരുടെ മണ്ഡലങ്ങളിൽ മാത്രമാണ് എതിർ പാർട്ടി ലീഡ് നേടിയത്. തിരിച്ചടികളെ മറികടക്കാൻ വൻ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ ബജറ്റിൽ നടത്തിയത്. അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ, യുവാക്കൾക്ക് തൊഴിൽ പരിശീലനത്തിന് മാസം 10,000 രൂപ, 44 ലക്ഷം കർഷകരുടെ വൈദ്യുതി ബിൽ എഴുതിത്തള്ളൽ, 54 ലക്ഷം കുടുംബങ്ങൾക്ക് 3 പാചകവാതക സിലിണ്ടർ സൗജന്യം, പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസം എന്നിവയടക്കമുള്ള വാഗ്ദാനങ്ങൾ ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട വോട്ട് തന്നെയാണ്. 288 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ലോക്സഭാ ഫലം വെച്ച് നോക്കിയാൽ 150ലധികം മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിയാണ് മുന്നിൽ. ഉദ്ധവിനും പവാറിനും അനുകൂലമായ സഹതാപതരംഗം തുടരുന്നതും കോൺഗ്രസ് വിദർഭയടക്കമുള്ള ഗ്രാമീണ മേഖലകളിൽ വീണ്ടും വേരുപടർത്തുന്നതും സഖ്യത്തിന് പ്രതീക്ഷ പകരുന്നു. മുസ്ലിം ദലിത് വോട്ടർമാർ ഇന്ത്യ മുന്നണിയോടെ ചേർന്ന് നിൽക്കുന്നതാണ് മറ്റൊരു നിർണായക ഘടകം. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഭരണവിരുദ്ധ വികാരവും NDAയ്ക്ക് വെല്ലുവിളിയാണ്. ജനസംഖ്യയുടെ 28% മറാഠകളും 50%-ലേറെ വരുന്ന OBCകളും സംവരണത്തിൻ്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്നതും ഭരണമുന്നണിക്ക് ഭീഷണിയാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ വിലയിരുത്തൽ. ശരത് പവാറിൻ്റെ തന്ത്രങ്ങളാണ് മുന്നണിയുടെ മറ്റൊരു ബലം. 4 തവണ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ഉള്ളംകൈയിലാണ് മഹാരാഷ്ട്ര. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ BJP എല്ലാ തന്ത്രങ്ങളും പയറ്റിയിട്ടും അജിത് പവാർ കൈയൊഴിഞ്ഞിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 10ൽ 8 സീറ്റിലും പാർട്ടിയെ ജയിപ്പിച്ച പവാർ 83-ാം വയസ്സിലും കരുത്തനായി തുടരുന്നു. കോൺഗ്രസ്, ഉദ്ധവപക്ഷം, NCP എന്നീ പാർട്ടികളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർണായക പങ്ക് വഹിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തെക്കാൾ ആവേശത്തോടെ പ്രശ്നപരിഹാരത്തിനും മറ്റും മുന്നിട്ടിറങ്ങുന്ന ചെന്നിത്തല പാർട്ടി പ്രവർത്തകരിലും പ്രാദേശിക നേതാക്കളിലും ഉന്മേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. NSU യൂത്ത് കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ച കാലത്ത് സൗഹൃദങ്ങളും അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നു. കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുഗോലു മഹാരാഷ്ട്രയിലും കളത്തിലുണ്ടാകും.